നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തം കൊളുത്തി പട എന്ന് പറഞ്ഞ കണക്കായി വിൻസി അലോഷ്യസിൻ്റെ കാര്യമെന്ന് പറയാം. പാവം. ഒരു ഇടവക വാർഷിക ഉദ്ഘാടനത്തിന് പോയ സന്ദർഭത്തിലാണല്ലോ സിനിമയിൽ തനിക്കുണ്ടായ അസ്വസ്ഥതകളെക്കുറിച്ച് വിൻസി തുറന്നു പറഞ്ഞത്. നടൻ്റെ പേരോ സിനിമയുടെ പേരോ കാലമോ ദേശമോ ഒന്നും പറയാതെ കേസിനും വഴക്കിനും പൊല്ലാപ്പുകൾക്കും ഒന്നും താനില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വിൻസിയുടെ തുറന്നു പറച്ചില്ലേ. അപ്പോഴാണ് ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ നിന്ന് ചാടി ഓടിയത് ഡാൻസ് ഓഫിനെ കണ്ട്. ടൈമിങ് കറക്റ്റായതിനാൽ വിൻസിയുടെ പരിഭവവും ഹോട്ടലിൽ നിന്നുള്ള ചാട്ടവും അങ്ങ് ബ്ലൈൻഡായി. അതാണ് പറ്റിയത്. ഇവിടെ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഒരു പത്രപ്രവർത്തകൻ്റെ പുറത്ത് കരിവായിൽ ഒഴിച്ചല്ലോ. ആ കരിയായിൽ ഒഴിക്കുന്നതിൻ്റെ അന്നാണ് ഞാൻ അവരെക്കുറിച്ച് ചെയ്തൊരു പ്രോഗ്രാം വന്നത്. അപ്പോൾ അവർ കരുതിയത് ഈ കരിവായിൽ ഒഴിച്ച അയാളും ഞാനും കൂടി ഒന്നിച്ച് ചേർന്ന് ചെയ്തതാണെന്ന് വിചാരിച്ചിട്ടാണല്ലോ എൻ്റെ പേരിൽ കൊണ്ടത് കേസ് കൊടുത്തത്. ഞാൻ അറിഞ്ഞതുപോലും അല്ല. അതുപോലെ ആയിപ്പോയി ഷൈൻ ടോം ചാക്കോയുടെ കാര്യം. ഒരു നടൻ സെറ്റിൽ അപമര്യാദയായി പെരുമാറി, ലഹരി ഉപയോഗിക്കുന്നു, വായിൽ നിന്ന് വെള്ളപ്പൊടി തുപ്പുന്നു, എൻ്റെ ഇവിടെ എന്തോ തയ്യൽ വിട്ടുപോയപ്പോൾ തയ്ക്കാൻ ഞാൻ തയ്ച്ചു തരാമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വിൻസി പ്രശ്നം ഉണ്ടാക്കിയതിൻ്റെ അന്നാണ് വേദാന്ത എന്ന് പറഞ്ഞ ഹോട്ടലിൻ്റെ 3ാമത്തെ നിലയിൽ നിന്ന് എടുത്ത് ചാടി ഡാൻസ് ഓഫിനെ കണ്ട് ഷൈൻ ഓടിയത്. അപ്പോൾ രണ്ടും കൂടെ കയറി അങ്ങ് ബ്ലെൻഡായി. ഷൈൻ ടോം ചാക്കോയാണ് വിൻസി പറയുന്ന നടനെന്നും ചിത്രം സൂത്രവാക്യമാണെന്നും പുറത്തു വന്നു. പിന്നെ സമ്മതിക്കാതിരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. വിൻസി സമ്മതിച്ചു. സൂത്രവാക്യത്തിൻ്റെ സെറ്റിൽ തന്നെയാണ് സംഭവിച്ചത്. അതാ വരുന്നു മന്ത്രി MP രാജേഷ്. വിൻസിക്ക് പൂർണ്ണ പിന്തുണ. ഏതവനായാലും പൊക്കിയിരിക്കുമെന്ന് ഉറപ്പ്. ഫിലിം ചേംബറിന് കൊടുത്ത പരാതിയിൽ നിന്നും ഷൈൻ ടോം ചാക്കോയുടെയും സൂത്രവാക്യത്തിൻ്റെയും പേരുകൾ പുറത്തു വന്നതിനാൽ പരാതി പിൻവലിക്കും, സജി നന്ദിയാട്ട് കാണിച്ചത് ശരിയായില്ല എന്ന് തുറന്നു പറച്ചിൽ വിൻസി വീണ്ടും നടത്തി. അതൊരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കണമല്ലോ. സംഘടനയ്ക്ക് കൊടുത്തിട്ട് ഇത് പേര് പുറത്തു വിടരുന്നപ്പോൾ പേര് പുറത്തു വന്നു. അത് സജി നന്ദിയാട്ടാണ് ചെയ്തിരിക്കുന്നത് എന്ന് വിൻസി അങ്ങ് ഉറപ്പിച്ചു. ചേംബറിൽ നിന്നോ തൻ്റെയിൽ നിന്നോ ഒരു പേരും പുറത്തു പോയില്ല എന്ന് സജി നന്ദിയാട്ടിൻ്റെ കുറിപ്പ് വന്നു. അതിൻ്റെ മറുപടി വന്നു. നടനെതിരെ പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന് വീണ്ടും വീണ്ടും വിൻസി പറഞ്ഞു. ഓടിപ്പോയ ഷൈൻ ടോം ചാക്കോ പോലീസ് പറഞ്ഞതിന് 30 മിനിറ്റിന് മുമ്പേ പോലീസ് സ്റ്റേഷനിലെത്തി. പോലീസുകാരെ തന്നെ ഞെട്ടിച്ചു. പോലീസുകാർ വിചാരിച്ച് ഈ വലിയും കുടിയൊക്കെ ഉള്ളവയല്ലേ, പറഞ്ഞ വാക്ക് പാലിക്കില്ല എന്ന് വിചാരിച്ചു. 11 മണിക്ക് വരാൻ പറഞ്ഞു. 10:30 മണിക്ക് അദ്ദേഹം ഹാജരായി. കഞ്ചാവും ലഹരിയും സിനിമാ ഗ്ലാമറും കടം കൊടുക്കലും എല്ലാം കൂടി ഗുണ്ടകളെ പേടിച്ചിട്ടാണ് ജീവിതമെന്നും ഡാൻസ് ഓഫ് ടീം മറ്റേതോ കഞ്ചാവ് കച്ചവടക്കാരനെ തപ്പി വേദാന്ത ഹോട്ടലിൽ വന്നപ്പോൾ കഞ്ചാവിൻ്റെ പ്രിയപുത്രൻ ഷൈൻ ടോം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞതിനാൽ ഒന്ന് കാണാൻ ചെന്നതാണ്. അല്ലാതെ ഷൈൻ ടോം ചാക്കോയെ പിടിക്കാൻ ചെന്നതല്ല. ഡോറിലെ ലെൻസ് വഴി ഇങ്ങനെ നോക്കിയപ്പോൾ തടിയന്മാരായ ഏതൊക്കെയോ ഗുണ്ടാമണികൾ പുറത്ത് തന്നെ കാത്ത് നിൽക്കുന്നതായി ഷൈൻ ടോം ചാക്കോയ്ക്ക് തോന്നി. അത് ഈ വലിക്കുമ്പോൾ ഉള്ള കുഴപ്പമായിരിക്കും അങ്ങനെയൊക്കെ തോന്നുന്നത്. മറ്റവൻ ഉള്ളതിനാൽ പേടി തോന്നിയില്ലത്രേ. 3ാം നിലയിൽ നിന്ന് ചാടി സ്വിമ്മിംഗ് പൂളിൽ കുളിച്ച് ഐശ്വര്യമായിട്ട് ബൈക്ക് കയറി ബോൾഗാട്ടിയിൽ പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് ചെന്നു. അവിടെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. നേരെ തൃശ്ശൂർക്ക്, അവിടുന്ന് പാലക്കാട് വഴി തമിഴ്നാട്ടിലേക്ക്. പോലീസ് വീട്ടിൽ ചെന്ന് തന്തപ്പടിയോട് മോനോട് സ്റ്റേഷനിൽ വരാൻ പറയണം എന്ന് പറയുന്നു. വല്ലതും കിട്ടിയോ സാറേ എന്നാണ് ഷൈൻ ടോം ചാക്കോയുടെ ഒരു തള്ള ചോദിച്ച ഒരു ആക്കിയ ചോദ്യം. വല്ലതും കിട്ടിയോ സാറേ എൻ്റെ മോൻ്റെ മുറിയിൽ നിന്ന്? ഇത്രയും തുറന്നു പറഞ്ഞു ഷൈൻ ടോം. പറഞ്ഞിരുന്നതിനും അരമണിക്കൂർ മുന്നേ ഷൈൻ ലഹരി മുഴുവൻ ചോർന്നതുപോലെ സ്റ്റേഷൻ മുറ്റത്ത് പെറ്റിക്കിടക്കുന്ന ക്യാമറകളുടെ കോല് പിടിച്ച റിപ്പോർട്ടർമാരുടെ മുന്നിലൂടെ സ്റ്റേഷനിലേക്ക് ചെന്നു. നമ്മുടെ മാതൃഭൂമി അടക്കം 3 ക്യാമറകളൊക്കെയാണ് ഓരോ ചാനലിന് വേണ്ടി ഷൈൻ ടോം ചാക്കോ സ്റ്റേഷനിൽ ഹാജരാകുന്നത് ചിത്രീകരിക്കാനായിട്ട് വന്നിരിക്കുന്നത്. ഷൈൻ ടോമിൻ്റെ തൊപ്പി ഒരു ക്യാമറ ഒപ്പിയെടുക്കുമ്പോൾ മറ്റൊരു ക്യാമറ
ഷൈൻ്റെ പല്ലുകൾ ക്ലോസപ്പ് എടുക്കണമെന്നും ഇനിയൊന്ന് ആടുന്നുണ്ടോ എന്നും ചിത്രീകരിക്കാനായിരിക്കണം ഈ 2-3 ക്യാമറയൊക്കെ പറഞ്ഞു വിട്ടത്. ഷൈൻ ടോം ആണെങ്കിൽ വാടിയ ചീരയെ പോലെ നിസ്സംഗനായി മൗനി ബാബയായി സ്റ്റേഷനുള്ളിലേക്ക് കയറിപ്പോയി. ഷൈൻ ടോമിൻ്റെ കൂടെ കാറിൽ 2 പേര് കൂടി സ്റ്റേഷനിലെത്തിയിരുന്നു. അതിലൊരാൾ പാലക്കാട് മോഡൽ വക്കീലാണെന്നും മറ്റേ ആൾ ഷൈൻ ടോമിൻ്റെ അപ്പൻ ചാക്കോയാണെന്നും ചാനലുകാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. അത് കേട്ടപ്പോഴാണ് എനിക്കറിയാതെ ചിരി വന്നത്. ഒരാൾ പാലക്കാട് മോഡൽ പാലക്കാട് കേസുകളൊക്കെ വാദിക്കുന്ന വക്കീലാണ്, മറ്റേ ആൾ ഷൈൻ ടോമിൻ്റെ അപ്പം തന്നെ. അപ്പം അവിടെ നിന്നുകൊണ്ട് റിപ്പോർട്ടർ പറയുന്നുണ്ട്, ആ ഷൈൻ ടോം ചാക്കോ വക്കീലും അച്ഛനുമായിട്ടാണ് എത്തിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് അടിക്കുക. അച്ഛനെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടി. വക്കീൽ ഷൈൻ ടോമിനോടൊപ്പം സ്റ്റേഷനിൽ കയറിയപ്പോൾ മറ്റേ അപ്പൻ മാറി നിന്ന് ഫോണിൽ ആരോടോ എന്തോ കാച്ചി സംസാരിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ എത്തി, സാറ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങളിങ്ങനെ എത്തി, ഭയങ്കര കൂട്ടം, ക്യാമറയുടെ ബഹളം, പോലീസിൻ്റെ ബഹളം എന്നൊക്കെ ആയിരിക്കും അയാൾ ഫോണിൽ പറഞ്ഞുകൊണ്ട് നിന്നു. ഒരു ചാനലുകാരന് സംശയം, ഇയാൾ അപ്പൻ ചാക്കോ അല്ലേ എന്ന്. മേഘ സിനിമയിൽ തിയേറ്റർ മുതലാളി നിങ്ങൾക്ക് മറന്നിരിക്കാൻ വഴിയില്ല, ഷൺമുഖൻ ശ്രീനിവാസൻ ചെയ്ത മനോഹരമായ വേഷ. ഷൺമുഖൻ കേണൽ രവിവർമ്മയെ ചോദ്യം ചെയ്യും പോലെ അപ്പൻ്റെ അടുത്തേക്ക് ചെന്നു, നിങ്ങളാരാ? എനിക്കപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞ ഡയലോഗാണ് ഓർമ്മ വന്നത്. നിൻ്റെ അപ്പൻ എന്നാണ് മറുപടി പറയേണ്ടത്. ഞാൻ ഷൈൻ ടോമിൻ്റെ വക്കീലിൻ്റെ കൂടെ വന്നതാണ്. എവിടെ വീട്? വീട് പറഞ്ഞില്ലെങ്കിൽ നീ എന്ത് ചെയ്യും എന്നില്ലേ കേൾക്കണ്ടേ? പാവം അയാൾ പറഞ്ഞു, പാലക്കാട്. പാലക്കാട് നിന്ന് നിങ്ങളെപ്പോൾ തിരിച്ചു? പത്രപ്രവർത്തനം പോകുന്നൊരു പോക്ക് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു പരിചയമില്ലാത്ത ഒരാളുടെ കേൾക്കുന്നു, പാലക്കാട്ടിൽ നിന്ന് ഞാൻ എപ്പോൾ തിരിച്ചാൽ നിനക്കെന്തടാ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനെപ്പോൾ തിരിച്ചെന്ന് നീ എന്തിനാ അറിയണമെന്നൊന്നും അയാൾ ചോദിച്ചില്ല. ഞാനാണെങ്കിൽ അങ്ങനെ ചോദിക്കും. പക്ഷേ അയാൾ പറഞ്ഞത്, എപ്പോൾ തിരിച്ചു എന്ന് എനിക്കറിയില്ല, ഞാൻ വഴിക്ക് കയറിയതാണ്. വക്കീലിൻ്റെ ആരാ നിങ്ങൾ? ഭാഗ്യത്തിന് അയാൾക്ക് പെട്ടെന്നൊരു ഫോൺ വന്നു. അയാൾ ഫോണുമായി മാറി. ഈ പറഞ്ഞയാൾ വക്കീലിൻ്റെ സുഹൃത്തല്ല, സംവിധായകൻ കമലിൻ്റെ മുഖ്യ സഹായിയായ സൂര്യൻ കുനിശ്ശേരിയാണ്. സൂര്യൻ കൂടെ വരുന്നുവെങ്കിൽ ഷൈൻ ടോമിന് കമലുമായി ബന്ധമുണ്ട് എന്നുള്ളതിന് ഇനി പ്രത്യേകം പറഞ്ഞു തരണ്ടല്ലോ. മുൻപ് കമലിൻ്റെ സംവിധാന സഹായിയായിരുന്നല്ലോ ഷൈൻ ടോം ചാക്കോ. അതുകൊണ്ടാണ് ഷൈൻ ടോമിനെതിരെ നടപടി എന്ന വാർത്ത അറിഞ്ഞ കമൽ പുച്ഛത്തോടെ സംസാരിച്ചത് എന്ന് തോന്നുന്നു. 3 ACPമാരും ഒരു സംഘം SIമാരും CIമാരും ക്യാമറകളും ഒക്കെയായി ഷൈൻ ടോമിനെ 35 ചോദ്യങ്ങളും അതിൻ്റെ ഉപചോദ്യങ്ങളും ചോദിച്ച് നഖവും തലമുടിയൊക്കെ വെട്ടിയെടുത്ത് പറഞ്ഞു വിട്ടു. പിറ്റേന്ന് വരണം എന്ന് പറഞ്ഞാണ് വിട്ടത്. വളരെ കൂളായിട്ട് ഷൈൻ പറഞ്ഞു, വരാം സാർ, ഇന്നത്തെ പോലെ അരമണിക്കൂർ വേണമെങ്കിൽ നേരത്തെ തിരിക്കാം എന്നുള്ള രീതിയിൽ അയാൾ പോയി. മാർപ്പാപ്പ കാലം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരാഴ്ചത്തെ അന്തിച്ചർച്ചയും അട്ടഹാസവും ഒക്കെയായി ഉത്സവലഹരിയിൽ കൊണ്ടുപോകാനിരുന്ന സബ്ജക്റ്റാണ്. പക്ഷേ അതിനിടയിലാണ് പാവം മാർപ്പാപ്പ കാലം ചെയ്തത്. അതിനിടയിൽ അന്വേഷണക്കാർ പറഞ്ഞു, തൽക്കാലം വരണ്ട, വിളിക്കാം. അതിനും ഷൈനിന് സമ്മതം. പുതിയ അപ്ഡേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ സിനിമയ്ക്ക് പുറത്ത് നിയമ നടപടിക്ക് ഇല്ല എന്ന് വിൻസി അലോഷ്യസ് ഉറപ്പായും പ്രഖ്യാപിച്ചു. സംഘടനകൾ നടപടിയെടുക്കട്ടെ എന്നാണ് അവരുടെ തീരുമാനം. അന്വേഷണങ്ങൾ വന്നാൽ സഹകരിക്കാം, സിനിമാ സംഘടനകളുടെ ഇടപെടലുകൾ മതിയെന്നാണ് വിൻസി പറയുന്നത്. തൻ്റെ പരാതി ചോർന്നത് സജി നന്ദിയാട്ട് വഴിയാണെന്ന് സംശയിച്ചു കുറ്റപ്പെടുത്തി. അതിൽ വിൻസി ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. സജി നന്ദിയാട്ട് വഴിയല്ല പോയത്, ഞാനത് പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞാൽ അവർ അതിന് ഖേദം പ്രകടിപ്പിച്ചു. അപ്പോൾ പിന്നെ വിൻസി കൊടുക്കാതെ, സജി നന്ദിയാട്ട് കൊടുക്കാതെ ഷൈൻ ടോം ചാക്കോയുടെ പേരെങ്ങനെയാണ് വന്നത് എന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരമില്ല. കഥയിൽ ചോദ്യമില്ല എന്നാണല്ലോ. ഈ കഥയിലെ അടുത്ത ട്വിസ്റ്റ് ഇതിനേക്കാൾ രസകരമാണ്. ഇൻറ്റേർണൽ കമ്മിറ്റിയും ഫിലിം ചേംബറും വിൻസിയെയും ഷൈൻ ടോം ചാക്കോയും വിളിച്ചു വരുത്തി. വിൻസി ഒറ്റയ്ക്കും ഷൈൻ ടോം ചാക്കോ കുടുംബസമേതമാണ് എത്തിയത്. എല്ലായിടത്തും തിരിച്ചാണ് സംഭവിക്കുന്നത്. ഒരു പെൺകുട്ടി വരുമ്പോൾ ഒരു കുടുംബക്കാരുമായിട്ട് വരും, മറ്റേ പുരുഷൻ കൈയും വീശി വരും. ഇവിടെ തിരിച്ചാണ്. ഇവിടെ ഇപ്പോൾ എല്ലാം തിരിച്ചാണല്ലോ. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ അടക്കം എല്ലാം ഒരുമാതിരിപ്പെട്ട കഞ്ചാവ് വലിക്കുന്നവന്മാരെല്ലാം ലൊക്കേഷനിൽ പോകുന്നത് രക്ഷകർത്താക്കളുമായിട്ടാണല്ലോ. അതുപോലെ തന്നെ ചേംബറിൻ്റെ മീറ്റിങ്ങിന് വിൻസി ഒറ്റയ്ക്ക് വന്നപ്പോൾ ഷൈൻ ടോം ചാക്കോ
കുടുംബക്കാരുമായിട്ടെത്തി. ഒറ്റയ്ക്കൊറ്റയ്ക്ക് രണ്ടുപേരോടും കമ്മിറ്റിക്കാർ സംസാരിച്ചു. പിന്നെ ഒന്നിച്ചിരുത്തിയും സംസാരിച്ചു. തെറ്റുപറ്റി, മാപ്പ് മാപ്പ് മാപ്പ്, ഇനി മോശമായി പെരുമാറില്ല, മാപ്പ് എന്ന് ഷൈൻ ടോം വിൻസിയോട് പറഞ്ഞിടത്ത് ഇതിൻ്റെ 1ാം ഘട്ടം അവസാനിച്ചു എന്ന് പറയാം. പോലീസിൽ പരാതി നൽകാൻ താല്പര്യമില്ല, കുറ്റ ആരോപിതൻ്റെ പേര് പുറത്തുവിട്ടത് തെറ്റ്, ഇക്കാര്യത്തിൽ സംഘടനകൾക്ക് വിടുന്നു എന്ന് പറഞ്ഞ് വിൻസിയും മാന്യത കാട്ടി. ഇനി അടുത്ത ട്വിസ്റ്റാണ് ട്വിസ്റ്റ്. ഒരു നായക നടൻ സെറ്റിൽ വെള്ളപ്പൊടി തുപ്പിയതും ഡ്രസ്സിൻ്റെ കുഴപ്പം തുന്നിത്തരാം എന്നും വിൻസി പറഞ്ഞതിൻ്റെ പിറ്റേന്ന് നടി മാല പാർവതി പ്രതികരിച്ചു ഈ വിഷയത്തിൽ. നായക നടൻ പബ്ലിക്കായി ആഭാസം പറഞ്ഞപ്പോൾ, ഞാൻ വിഷമിച്ചു എന്ന് വിൻസി പറഞ്ഞപ്പോൾ, അങ്ങനെ ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ വിഷമിക്കുകയല്ല, ആത്മവിശ്വാസത്തോടെ പ്രതികരിക്കണം, തുന്നിത്തരാം എന്ന് പറഞ്ഞപ്പോൾ പോടാ എന്ന് പറയണമായിരുന്നു എന്നൊക്കെയാണ് മാലാ പാർവതിയുടെ പ്രതികരണം. ന്യായമായ ഒരു പ്രതികരണമായിരുന്നു മാലാ പാർവതിയുടെ. നിൻ്റെ ആ തുന്നൽ വേണമെങ്കിൽ ഞാൻ തുന്നിത്തരാം എന്ന് പറഞ്ഞാൽ പോടാ എന്ന് പറഞ്ഞാൽ നാണമുള്ളവനാണെങ്കിൽ ആ വഴി പിന്നെ ചെല്ലില്ല അല്ലേ. മാലാ പാർവതി പറഞ്ഞത് ന്യായമായും ഒരു പെണ്ണിന്, അന്തസ്സുള്ളൊരു പെണ്ണിന് അവകാശപ്പെട്ട ധൈര്യം തന്നെയായിരുന്നു. ഇവിടെ ഏത് സിനിമാ വിഷയത്തിലും സ്ത്രീ വിഷയത്തിലും പ്രതികരിക്കാനുള്ള കോപ്പി റൈറ്റ് അതിന് പറ്റിയ ചില ഊച്ചാളി പെണ്ണുങ്ങളുണ്ടല്ലോ, അവരോട് മാലാ പാർവതി എടുത്തങ്ങ് കൊടുത്തു. അവർ മാത്രം പ്രതികരിക്കാവൂ. ഏത് കാര്യം വന്നാലും ശരി, സ്ത്രീകളുടെ പ്രശ്നമായാലും സിനിമാക്കാരുടെ പ്രശ്നമായാലും ഞങ്ങൾ പ്രതികരിക്കും, ഞങ്ങളുണ്ട് ഇവിടെ ഊച്ചാളികൾ. അതിനിടയിൽ കയറി മാലാ പാർവതി എന്ന് ഇങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ എന്നാണ്. അരയും തലയും മുറുക്കി അവരിറങ്ങി ഗോതയിലേക്ക്. ഇത് പറയാൻ മാലാ പാർവതി ആരാടി? ലൈംഗിക ആക്രമണത്തെ തമാശയായി കാണുന്നോടി, നിന്നെ എനിക്ക് പരമപുച്ഛമാണ് എന്നൊക്കെ പറഞ്ഞ് ചാടി വീണു. പറയുന്ന ആളിൻ്റെ യോഗ്യത ഉണ്ടല്ലോ. മാലാ പാർവതിയെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ പാറ കീറും പോലെ 4ആയിട്ട് കീറി അടുപ്പത്ത് വെച്ചനെ. അത്ര ദേഷ്യത്തോടെയാണ് ചാനലുകളിൽ വന്നിരുന്ന് സംസാരിക്കുന്നത്. ഇക്കാര്യം പറഞ്ഞ് കൊത്തിപ്പറിക്കാൻ നോക്കിയ പത്രക്കാരോട് ഞാൻ അതിന് മറുപടി പറയുന്നില്ല എന്ന് പറഞ്ഞ് വിൻസി ഒഴിഞ്ഞു മാറി. ആ മാന്യത ആ കുട്ടി കാണിച്ചു. MP രാജേഷ് മന്ത്രി നടപടി ഉണ്ടാകും എന്ന് ഉറപ്പിച്ച് പറഞ്ഞപ്പോഴും സിനിമാ സെറ്റുകളിലെ ലഹരി ഉപയോഗം അടക്കം തടയാൻ ഞാൻ സഹകരിക്കാമെന്ന് രാജേഷ് സാറിന് കൊടുത്ത വാക്കൊന്നും സിനിമകളിൽ മാത്രം വന്ന പ്രശ്നം സിനിമാ സംഘടനകൾ പരിഹരിക്കട്ടെ എന്നും പറഞ്ഞ് വിൻസി മാന്യത കാട്ടി. ഞാൻ സഹകരിക്കാമെന്ന് മന്ത്രിയോട് പറഞ്ഞിരുന്നു. പക്ഷേ കേസും വഴക്കിനൊന്നും ഞാനില്ല, മന്ത്രി പറയുന്ന ഗുണകരമായ ഏത് കാര്യത്തിനും കൂടെ നിൽക്കാം എന്നാണ് വിൻസി പറഞ്ഞിരുന്നത്. 40 ദിവസം പ്ലാൻ ചെയ്ത സൂത്രവാക്യം ഷൈൻ ടോം ചാക്കോയുടെ സഹകരണം കൊണ്ട് 38 ദിവസം കൊണ്ട് പൂർത്തിയാക്കാനായി എന്നാണ് സൂത്രവാക്യത്തിൻ്റെ നിർമ്മാതാക്കൾ പറയുന്നത്. അപ്പം 40 ദിവസം കൊണ്ടൊക്കെ ഇവിടെ സിനിമ എടുക്കുന്നുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. 100-150 ദിവസവും പകൽ സീൻ രാത്രി 12 മണിക്ക് ശേഷം എടുക്കുക എന്നൊക്കെ പറയുന്ന കാലമാണ്. പക്ഷേ ഷൈൻ ടോം ചാക്കോയെ വെച്ച് 40 ദിവസം പ്ലാൻ ചെയ്ത സിനിമ 38 ദിവസം കൊണ്ട് തീർത്തു. ഷൈൻ ടോം ചാക്കോ സെറ്റിൽ ഒരു പ്രോബ്ലം ഉണ്ടാക്കിയില്ല എന്ന് നിർമ്മാതാക്കൾ പറയും. ഞാൻ അന്വേഷിച്ച് അറിഞ്ഞത് അതാണ്. സെറ്റിൽ അയാൾ വളരെ മാന്യമായിട്ട് പെരുമാറുന്ന ആളാണ്, ഒരു തലവേദന ഇല്ലാത്ത ആളാണ്. വന്നാൽ സീനുകൾ എങ്ങനെ നന്നായി ചെയ്യാമെന്ന് ആലോചിച്ച് പെട്ടെന്ന് കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ആളെന്നാണ് ഞാൻ ഷൈനിനെ കുറിച്ച് അറിഞ്ഞത്. അതുപോലെ തന്നെ ഓരോ പടം കഴിയുമ്പോഴും ഓരോ കോടി കൂട്ടുന്ന ആളൊന്നുമല്ല, അയാൾ കോടികൾ പോലും ശമ്പളം വാങ്ങുന്നില്ല. അങ്ങനെയൊക്കെയുള്ളൊരു മാന്യനാണ്. വിൻസി പറയുന്ന തരത്തിലുള്ള ഒരു ഇഷ്യൂവും സെറ്റിൽ നടന്നിട്ടില്ല എന്ന് സൂത്രവാക്യത്തിൻ്റെ സംവിധായകൻ പറയുന്നു. അഥവാ നടന്നിട്ടുണ്ടെങ്കിൽ ICയിൽ ചർച്ച ചെയ്ത്, ഇൻറ്റേർണൽ കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും ചിത്രത്തിൻ്റെ പ്രൊമോഷന് വിൻസിയോ ഷൈൻ ടോമോ വരുന്നില്ല എന്നൊക്കെ നിർമ്മാതാവ് പരാതി പറയുന്നു. ഞാൻ കേൾക്കട്ടെ, ഷൈൻ ടോം ചാക്കോ നിങ്ങൾ ഇനിയിപ്പോൾ ചിത്രത്തിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി വരാൻ പറഞ്ഞാൽ അയാൾ എങ്ങനെ വരുമെന്നേ? ആ എറണാകുളത്തുള്ള യൂട്യൂബർമാരെല്ലാം കൂടെ അയാളെ കൊത്തിപ്പറിക്കില്ലേ? അയാൾ മാനം മര്യാദയ്ക്ക് ഇരിക്കട്ടെ. ഈ പോലീസിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യൽ തീരുന്നവരെങ്കിലും പാവം അയാൾ വെറുതെ ഇരിക്കട്ടെ. അയാൾ ചെന്ന അവന്മാർ ചൊറിഞ്ഞ് അയാളെ കൊണ്ട് ഇപ്പോൾ ഒന്നാമത് ഈ കേസൊക്കെ നടക്കുന്നതുകൊണ്ട് അയാൾ വലിയും കൂടിയൊന്നും കാണില്ല. അപ്പോൾ അയാൾ ആകെ ടയർഡായി പോകും. ആരും കാണില്ല അയാൾക്ക് അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ വിൻസി വന്നാലും നിങ്ങളെന്തിനാണ് ഷൈൻ ടോം ചാക്കോയെ കെണി ഒരുക്കിയത്, മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങും. അല്ലെങ്കിൽ മന്ത്രിക്ക് പിന്തുണ കൊടുത്തിട്ട് നിങ്ങളെന്തിനാണ് മാറിക്കളഞ്ഞത്, ഷൈൻ ടോം ചാക്കോയെ പിടിച്ച് ജയിലിലിടാത്തത് എന്നൊക്കെ പറഞ്ഞ് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് ഇഷ്യൂ ആക്കുവായിട്ടായിരിക്കും വിൻസിയും ഷൈൻ ടോം ചാക്കോയും ഇവരുടെ പ്രൊമോഷന് വേണ്ടി ചെല്ലാത്തത്. പക്ഷേ അത് അവർക്ക് മനസ്സിലാവുന്നില്ല. ആകെ മൊത്തം ടോട്ടൽ ഒന്നും രണ്ടാകുന്നില്ല എന്ന് സാരം. ഇവിടെ വീണ്ടും മാലാ പാർവതിയുടെ ഒരു രസകരമായ ചോദ്യമുണ്ട്.
ബ്ലൗസ് ശരിയാക്കി തരാം, ഞാൻ വരട്ടെ എന്ന് ചോദിച്ചാൽ സ്ട്രെസ് ആകുമെങ്കിൽ സിനിമയിൽ നിൽക്കാനാവില്ല എന്നാണ് മാലാപാർവതി പറയുന്നത്. ശരിക്കും സത്യസന്ധമായാണ് മാലാപാർവതി സംസാരിക്കുന്നത്. സിനിമയിലുള്ള പലരും കളി തമാശ പോലും മനസ്സിലാക്കാൻ അറിയാത്തവരാണെന്നും ഇവരൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കേണ്ട, ഇതൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കേണ്ട കാര്യമല്ല എന്നും, പോടാ എന്ന് പറഞ്ഞാൽ തീരാവുന്ന കാര്യമേയുള്ളൂ ഇതിനൊക്കെ എന്നും മാലാപാർവതിക്ക് പറയാം. അതാണ് ഇതിൻ്റെ ഒരു വശം. മാലാപാർവതിയെ പോലുള്ളവർക്ക് അത് പറയാൻ പറ്റും, പോടാ എന്ന് പറയാൻ പറ്റും. സ്ത്രീകൾ ജോലി ചെയ്യുമ്പോൾ സ്ത്രീകളുടെ ഒരു പ്രത്യേകത വെച്ച് കൂടെ വരുമോ, കിടക്കുമോ, അവിടെ വരുമോ, ഇവിടെ വരുമോ എന്നൊക്കെ ചോദിക്കും. ഇത് മാനേജ് ചെയ്യാൻ പഠിക്കേണ്ടത് ഒരു സ്കില്ലാണ് എന്നാണ് മാലാപാർവതി പറയുന്നത്. അതൊരു വലിയ വിഷയമാക്കിയാൽ, വലിയൊരു സബ്ജക്റ്റാക്കി മാറ്റിയാൽ ഞാൻ എങ്ങനെ ജോലി ചെയ്യും, സ്വയം ആലോചിക്കേണ്ട കാര്യമാണ് പാർവതി പറയുന്നത്. എന്നെ എല്ലാവരും അറ്റാക്ക് ചെയ്യുകയാണെന്ന മൂഡിലേക്ക് പോയില്ലേ എന്നാണ് മാലാപാർവതിയുടെ ചോദ്യം. മാലാപാർവതിക്ക് അത് പറയാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിലെ ഒന്നാം നിര ഗൈനക്കോളജിസ്റ്റുകളിൽ ഒന്നാം നിരക്കാരിയായ അമ്മ, രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ അതികായനായിരുന്ന അച്ഛൻ, ആ ചങ്കൂറ്റം മാലാപാർവതിക്കും ഉണ്ടാകാം. മകനൊരു വിവാദത്തിൽപ്പെട്ടപ്പോൾ പോലും നമ്മുടെ കായംകുളം MLA പ്രതിഭയെ പോലെ മാലാപാർവതി തളർന്നില്ല. അത് ജീൻ അങ്ങനെയുള്ളതായതുകൊണ്ടായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാത്തവരുണ്ട് പാർവതി, നിങ്ങളത് മനസ്സിലാക്കണം. ആദ്യ ചിത്രത്തിൽ ശോഭിച്ച ഒരു യുവനായികയുടെ കഥ വേണമെങ്കിൽ ഞാൻ പറയാം. ആട്ടിൻതോലിട്ട ഒരു ചെന്നായി പുതിയ സിനിമയിലേക്ക് ആ പെൺകൊച്ചിനെ വിളിച്ചു. ഉത്സാഹത്തോടെ ആ പെൺകുട്ടി ലൊക്കേഷനിലെത്തി. ഒരു ദിവസം പോലും, വന്നതിൻ്റെ അന്ന് പോലും ആ കുട്ടിക്ക് സ്വന്തം മുറിയിൽ രാത്രി കിടന്നുറങ്ങാൻ പറ്റിയില്ല. ഈ സിനിമയിൽ അമ്മ വേഷം ചെയ്യുന്ന അവർ എല്ലാവരെയും അനിയത്തിമാരെ പോലെയും മക്കളെപ്പോലെയൊക്കെ സ്നേഹിക്കാൻ മനസ്സുള്ള ഒരു നടിയാണ് അമ്മ വേഷം ചെയ്യാൻ വന്നത്. നിങ്ങളാര് കണക്ക് കൂട്ടുന്ന ആളുമല്ല എന്ന് ഞാൻ പറയും. ആ അമ്മ ഈ സിനിമയിൽ അമ്മ വേഷം ചെയ്യാൻ വന്ന ഒരു നടിയോട് ഞാൻ ഇന്ന് ചേച്ചിയുടെ കൂടെ ഇവിടെ കിടന്നോട്ടെ എന്ന് ഈ പെൺകുട്ടി ചോദിച്ചു. ഈ നായിക, ചേച്ചിയുടെ മുറി കിടന്നോട്ടെ എന്ന് ചോദിച്ചു. പിന്നെന്താ മോൾ കിടന്നോ എന്ന് അമ്മ നടി പറഞ്ഞു. പിന്നെ ചോദ്യമൊന്നുമില്ല. എല്ലാ ദിവസവും നായികയുടെ കിടപ്പ് അമ്മ നടിയോടൊപ്പമായി. നായികയുടെ റൂം ഒഴിഞ്ഞു കിടക്കും രാത്രി. ആളിൽ കുള്ളനായ ഈ അലവലാതി സംവിധായകൻ സെറ്റിൽ ചുമ്മാ ഈ കൊച്ചിനോട് ചൂടാവാൻ തുടങ്ങി. ഒരു നാൾ ഷൂട്ടിംഗ് നേരത്തെ കഴിഞ്ഞു. നായികയും ഈ ചേച്ചിയും കൂടി, ഈ അമ്മ വേഷം ചെയ്യുന്ന ചേച്ചിയും കൂടി പുറത്തു പോയി. എന്തോ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങി ഹോട്ടലിലേക്ക് കയറി വരുമ്പോൾ റിസപ്ഷനിൽ ഈ കശ്മല നിൽക്കുക, ഈ കാമപ്രാന്തൻ. എവിടെ പോയി രണ്ടുപേരും കൂടി എന്ന് ചോദിച്ചു. ചുമ്മാ ഒന്ന് കറങ്ങി എന്ന് അമ്മ നടി പറഞ്ഞു. അമ്മ നടിയോട് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട്, നിങ്ങളെന്നാ നായികമാരുടെ സെക്യൂരിറ്റി ഏറ്റെടുത്തു? ഈ നാറി സംവിധായകൻ ചോദിക്കുക. യവനൊക്കെ എന്തൊരു സംസ്കാരമെന്നറിയാം. പഞ്ചാര ഒലിപ്പിച്ചുകൊണ്ടാണ് വർത്തമാനം പറയുന്നത്. നിങ്ങൾക്ക് ആളെ പിടികിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കൊള്ളനെന്ന് പറഞ്ഞല്ലോ. നിങ്ങളെന്നാ നായികമാരുടെ സെക്യൂരിറ്റി ഏറ്റെടുത്തു? എനിക്കത്ര പണിയില്ല. എന്താ അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിച്ചു. അല്ല, എവള് നിങ്ങളുടെ മുറിയില്ല, രാത്രി ഉറക്കമെന്ന് കേൾക്കുന്നു. ഏതോ വായി നോക്കി അവരുടെ മറുപടിയാണ് എനിക്കിഷ്ടപ്പെട്ടത്. നിങ്ങളുടെ മുറിയിലാണ് ഇവളുടെ രാത്രി ഉറക്കമെന്ന് കേട്ടപ്പോൾ അവർ വിശദീകരിച്ചു കൊടുത്തത് ഇങ്ങനെ, ഏതോ വായി നോക്കി അവളെ രാത്രി ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല അത്രേ. ഉറങ്ങാതെ രാവിലെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നാൽ സംവിധായകനെ പേര് വിളിക്കുന്ന ആളാണ് ഈ അമ്മ നടി. പേരിൽ വിളിക്കുന്ന, കാരണം അവർ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നപ്പോൾ പോലും സിനിമയിൽ നസീർ സാറിൻ്റെ അടക്കം നായികയായ ആളാണ് ഈ അമ്മ നടി. അപ്പോൾ അവർ പറഞ്ഞു, രാവിലെ ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഇയാളെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ ചീത്ത പറയില്ലേ, അതുകൊണ്ട് അവൾ എൻ്റെ മുറിയിൽ വന്ന് ഉറങ്ങുന്നു, കുഴപ്പമുണ്ടോ? അമ്മ നടിയുടെ വേഷം പെട്ടെന്ന് തീർത്തു വിടാനായി പിന്നെ സംവിധായകൻ്റെ ആ എംബോക്കിയുടെ ശ്രമം. എത്രയും പെട്ടെന്ന് ഈ തള്ളെ പറഞ്ഞു വിട്ടാൽ നമുക്ക് പിന്നെ പ്രൊട്ടക്ഷൻ ഇല്ലല്ലോ, ബാക്കി ദിവസങ്ങളുണ്ടല്ലോ, അപ്പോഴെങ്കിലും ഒപ്പിക്കാം എന്ന് പറഞ്ഞ് അമ്മ നടിയുടെ വേഷങ്ങൾ പെട്ടെന്ന് തീർത്തു വിട്ടു. പോകും മുമ്പ് യുവനടിക്ക് ഒരു ബുദ്ധി പറഞ്ഞു കൊടുത്തിട്ട് പോയി അമ്മ നടി. യുവനടി നേരെ സിനിമയിൽ തന്നെ കൊണ്ടുവന്ന ഗോഡ് ഫാദറിനെ വിളിച്ച് നടന്ന സംഭവം എല്ലാം വിവരിച്ചു. അദ്ദേഹം തൻ്റെ 2 ആൺമക്കളിൽ ഒരുവനെയും നായികയുടെ സുഖമില്ലാത്ത സഹോദരനെയും നടിക്ക് കൂട്ടായി റൂമിലെത്തിച്ചു. തിരക്കഥ ഈ ഇവരെ സിനിമയിൽ കൊണ്ടുവന്ന ഗോഡ് ഫാദറിൻ്റെ ഒരു മകനും
നടിയുടെ സഹോദരൻ, സുഖമില്ലാത്ത സഹോദരനെയും റൂമിലെത്തിച്ചു. അപ്പോൾ അവർ 3 പേരും കൂടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. സാംസ്കാരിക നായകനെന്ന ഈ സംവിധാന ചെറ്റ അവൻ്റെ മകളുടെ പ്രായമില്ലാത്ത ഈ യുവനടിക്ക് നല്ലൊരു അമ്മ നടി ഉണ്ടായതുകൊണ്ടാണ് രക്ഷപ്പെടാൻ പറ്റിയത്. അല്ലെങ്കിൽ ഈ സാംസ്കാരിക നായകൻ ആ കുട്ടിയെ പിച്ച് ചീന്തി തന്നെ. ഞാൻ ഇത്തരം പ്രോഗ്രാമുകൾ ചെയ്യുമ്പോൾ ഇത്തരം കഥകൾ പറയുന്നത് അറിഞ്ഞിട്ടാകണം. എന്നെ ആ അമ്മ നടി വിളിച്ചു. എന്നെ പറഞ്ഞു, ദിനേശേ, നീ ഇതിൽ സ്ഥിരമായിട്ട് ഒരുത്തനെ പറ്റി പറയുന്നില്ലേ, ഞാനൊരു കഥ പറഞ്ഞുതരാം എന്ന് എന്നോട് പറഞ്ഞതാണ്. നിന്നെ ഞാൻ കെട്ടിക്കോളാം എന്ന് പറഞ്ഞ് മോതിരം വരെ ഇട്ട് കൊടുത്തവനാണ് ഈ പറഞ്ഞ ഈ കാമഭ്രാന്തൻ്റെ സിനിമയിലെ നായകൻ. എന്നിട്ടും ഈ കുള്ളൻ സംവിധായകൻ രാത്രിയിൽ വേട്ടയ്ക്കിറങ്ങി. മാലാപർവ്വതിക്ക് വേണമെങ്കിൽ ചോദിക്കാം, ചെരിപ്പൂരി ആ കഴുതയുടെ ചെകിട്ടത്ത് അടിക്കാഞ്ഞത് എന്തെന്ന്. കാമുകൻ സെറ്റിലുണ്ടായിട്ടും അവൾക്കതിനുള്ള ശക്തിയില്ലായിരുന്നു പാർവതി. എല്ലാവർക്കും പാർവതി ആവാൻ കഴിയില്ല. എല്ലാവർക്കും എന്താ പറയുക, നിലനിൽപ്പും ഒരു പ്രശ്നമാണല്ലോ. ഈ സത്യം പാർവതി കമൻ്റ് ഇടുമ്പോൾ ഓർക്കണമായിരുന്നു. ഒരമ്മയും മകളും, എനിക്കുള്ള ഒരു അനുഭവം പറയാണ്. ഒരമ്മയും മകളും ഞാൻ വർക്ക് ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കാൻ വന്നു. കൂടെ വേറെ ആരുമില്ല, ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഞാൻ ജില്ല പറഞ്ഞാൽ ചിലപ്പോൾ പേര് തിരിച്ചറിയുന്നതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. ആ കൊച്ചുകുട്ടി സിനിമയിലെ നായകൻ്റെ സഹോദരിയുടെ മകളായിട്ടാണ് അഭിനയിക്കുന്നത്. ഈ അമ്മ നായകൻ്റെ വീട്ടിലെ ജോലിക്കാരിയായിട്ടു. ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുന്ന ആളാണ് ഈ അമ്മ നടി. എനിക്കത് ഒരുപാട് അറിയാം. ചെറിയ ചെറിയ വിട്ടുവീഴ്ചകൾക്കൊന്നും മടിയില്ലാത്ത ആളായിരുന്നു. മുൻപ് ഞാനത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു സെറ്റിലും ഞാൻ ക്രൂവിനൊപ്പം താമസിക്കാറില്ല. എന്തുകൊണ്ടോ എനിക്ക് തുടക്കകാലം മുതൽ ഞാൻ അങ്ങനെയാണ്. എനിക്ക് ശമ്പളത്തിൽ 5000 രൂപ കുറച്ചാലും കുഴപ്പമില്ല. എനിക്ക് ഒറ്റയ്ക്ക് ഒരു റൂം തരണം, പരമാവധി ഷൂട്ടിംഗ് ക്രൂവിൻ്റെ കൂടെ ആകരുത്, കുടിക്കാൻ മിനറൽ വാട്ടർ തരണം. ഇതാണ് ഞാൻ എല്ലാ സെറ്റുകളിലും തുടക്കകാലം മുതൽ വാശി പിടിക്കുന്നത്. എനിക്കൊരു 5000 രൂപയാണെങ്കിൽ കുറച്ചോ എന്ന് പറയും. പക്ഷെ പല പ്രൊഡ്യൂസർമാരും കുറച്ചിട്ടൊന്നുമില്ല. എനിക്ക് ഒറ്റയ്ക്ക് റൂം തന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ സിനിമയിൽ നടക്കുന്ന ഈ വൃത്തികേടുകളിൽ കാഴ്ചക്കാരനായി നിൽക്കാൻ പോലും എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഞാനൊരു ഒഴിഞ്ഞ സ്ഥലത്തെ പോയി താമസിക്കാറുള്ളൂ. അത്ഭുതരങ്ങളും സംവിധായകനടക്കം രാത്രി മുറികൾ കൊട്ടി നടക്കുന്നതും നല്ല പെണ്ണുങ്ങളിൽ നിന്നും അടി വാങ്ങുന്നതും ഒന്നും നമ്മൾ കാണണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒറ്റയ്ക്ക് താമസിക്കാൻ പോകുന്നത്. അപ്പം അതുപോലെ ഞാൻ താമസിക്കാൻ തിരഞ്ഞെടുത്ത ഹോട്ടലിൽ എനിക്കും റൂം മതിയെന്ന് ഞാൻ ആ വർക്ക് ചെയ്ത സിനിമയുടെ നിർമ്മാതാവ് പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ നല്ല സിങ്കാണ്. കാരണം രണ്ടുപേരും മദ്യപിക്കുകയില്ല, രണ്ടുപേരും പെണ്ണ് പിടിക്കുകയില്ല, രണ്ടുപേരും നോൺ കഴിക്കുകയില്ല, പുക വലിക്കുക പോലും ഇല്ല രണ്ടുപേരും. അപ്പം നല്ല സിങ്കായിരുന്നു ഞങ്ങൾ തമ്മിൽ. ചിത്രീകരണം നടക്കുന്ന ആ ജില്ലയിലെ ഏറ്റവും മുന്തിയ ഹോട്ടലിലാണ് ബാക്കി പരിവാരങ്ങളെല്ലാം താമസം. എല്ലാവരും അവിടെയാണ് താമസിക്കുന്നത്. പ്രധാന നടീനടന്മാരെല്ലാം ടെക്നീഷ്യന്മാരെല്ലാം താമസിക്കുന്നൊരു ആ ജില്ലയിലെ ഏറ്റവും വലിയ ഹോട്ടലിലാണ്. ഭംഗിയായി ചിത്രീകരണം നടക്കുമ്പോൾ ഒരു നാൾ വേലക്കാരിയാകാമെന്ന അമ്മ നടി ഞാൻ ഡയലോഗ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്നോടൊരു സ്വകാര്യം പറഞ്ഞു. ദിനേശ് ചേട്ടാ, കഴിഞ്ഞ 4 രാത്രികളായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ ഡയലോഗ് പഠിപ്പിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, 4 ദിവസമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല ഏട്ടാ. എന്തു പറ്റി? നിങ്ങളുടെ ആ വൃത്തികെട്ട മനുഷ്യനുണ്ടല്ലോ സംവിധായകൻ, അയാളുടെ ശല്യം. ഞാൻ സെൽഫോൺ സൈലൻ്റാക്കി വച്ചു നോക്കി. അപ്പോൾ അയാളടുത്ത് റൂമിലെ ഫോണിൽ വിളിക്കാൻ തുടങ്ങി. ഫോണിൻ്റെ റിസീവർ എടുത്ത് നിലത്ത് വെച്ച് നോക്കി. അപ്പോൾ ഇയാൾ ചെയ്തത് എന്താണെന്നറിയോ? റിസപ്ഷനിൽ വിളിച്ചിട്ട് എൻ്റെ റൂമിൽ ഫോൺ തകരാറാണോ എന്ന് തിരക്കും. ഇല്ല സാർ എന്ന് പറയും. എന്നാൽ അപ്പോൾ ആ ഫോൺ തകരാറാണെന്ന് ഒന്ന് നോക്കൂ എന്ന് പറയും. അപ്പോൾ പാതിരാത്രി റൂമിൽ വന്ന് ഈ റിസപ്ഷനിൽ നിന്ന് ആൾ വന്ന് ചോദിക്കും, എന്താണ് ഇവിടെ ഫോൺ കിട്ടുന്നില്ല എന്ന് പറയുന്നു എന്ന് പറയുമ്പോൾ ആ റൂം ബോയോട് പറയും, ഞാൻ റിസീവർ എടുത്ത് പുറത്ത് വെച്ചിരിക്കുകയാണ്. ആലോചിക്കൂ, സിനിമ നാറുന്നത് ഇങ്ങനെയൊക്കെയാണ്. അവൻ ചെന്ന് താഴെ പറയാതിരിക്കുമോ? ഇയാളെ ശല്യം കൊണ്ട് ഫോണിൻ്റെ റിസീവർ എടുത്ത് ആ നടി പുറത്ത് വെച്ചിരിക്കുകയാണെന്ന് പറയുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ? ഇയാൾ തന്നെ വന്ന് വാതിൽ ടക്കാന്നിട്ട് പാതിരാത്രി ഇട്ട് മുട്ടും. അങ്ങനെ അവർ തുറക്കില്ല. രാവിലെ റിസീവർ എടുത്ത് നേരെ വെച്ചാൽ അപ്പോൾ ഈ സംവിധാന പ്രതിഭയുടെ വിളി വരും. അമ്മയ്ക്കും മോൾക്കും റോൾ തന്നത് വിട്ടുവീഴ്ച ഉണ്ടാകും എന്ന വിശ്വാസത്തിലാണെന്നൊക്കെ ഇയാൾ ഭയങ്കരമായിട്ട് വരട്ടും. അവരെന്നോട് പറഞ്ഞു, ദിനേശ് ചേട്ടാ, ഞാൻ നല്ലവളൊന്നുമല്ല, പക്ഷേ ഒരു മര്യാദ വേണ്ട ചേട്ടാ. മോൾക്ക് അറിവ് വെച്ചു വരുന്ന സമയമാണ്. ആ ബോധം
അയാൾക്ക് വേണ്ട ചേട്ടാ. അപ്പോൾ അയാൾ പറയുന്നത് എല്ലാം മോള് കണ്ട് പഠിക്കട്ടെ എന്നാണ്. ആ ദ്രോഹി പറയുന്നു എന്നാണ് എന്നോട് അവർ വളരെ വിഷമിച്ച് പറഞ്ഞത്. കാരണം മോള് കിടക്കുന്ന റൂമിൽ നിങ്ങൾ കയറി വന്നാൽ എൻ്റെ മകൾ ഇതൊക്കെ കാണില്ല എന്നിട്ട് ആ കൊച്ചുകുട്ടി കണ്ട് പഠിക്കട്ടെ എന്ന്. 10 വയസ്സിന് താഴെ എന്തോ ഉള്ളൂ ആ കുട്ടി. അവൾ പഠിക്കട്ടെ എന്ന്. കാരണം നാളെ ട്രെയിനിങ് അമേരിയിൽ നിന്ന് കണ്ട് പഠിക്കട്ടെ എന്നാണ് ഈ ദ്രോഹി പറയുന്നത്. എങ്ങനെയെങ്കിലും ചേട്ടൻ എന്നെ സഹായിക്കണം എന്നായി ഈ നടി. ഞാൻ ഈ കഥ നിർമ്മാതാവിനോട് രസകരമായി പറഞ്ഞു കൊടുത്തു. ഉടക്കാനൊന്നുമല്ല, നമുക്കെന്തെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്നത് സഹായിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പുള്ളിയോട് സംസാരിച്ചു. നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നിർമ്മാതാവിൻ്റെ ചോദ്യം. അപ്പം ഞങ്ങൾ താമസിക്കുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ ആ ജില്ലയിലെ വേറൊരു വലിയ ഹോട്ടലിലാണ് ഞാനും നിർമ്മാതാവുമൊക്കെ താമസിക്കുന്നത്. 5ാമത്തെ നിലയിലാണ്. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. 500ൻ്റെ നമ്പറുള്ള 5ാം നിലയിൽ ആണ് ഞങ്ങൾ താമസിക്കുന്നത്. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനെ ഞാൻ വിളിച്ചു. അപ്പോൾ ഞാൻ താമസിക്കുന്നത് 501 എന്ന് പറഞ്ഞ റൂമിലാണ്. 503 എന്നുള്ള റൂമിലാണ് ഈ നിർമ്മാതാവ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ 502 ആരാ താമസിക്കണേ? അപ്പോൾ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പറഞ്ഞു, ഈ 1-2 ദിവസത്തേക്ക് വന്നു പോകുന്നവരില്ലേ, അവർക്ക് വേണ്ടിയാണ് ആ റൂം ഇട്ടിരിക്കുന്നത്. ആ മുറി ഇന്ന നടിക്ക് അനുവദിക്കാൻ പറഞ്ഞു. ഇന്ന് തന്നെ വൈകുന്നേരം ഷൂട്ടിംഗ് കഴിയുന്നതിന് മുമ്പ് തന്നെ റൂം മാറ്റണം, മറ്റേ ഹോട്ടലിൽ നിന്ന് അവരെ ഇങ്ങോട്ട് മാറ്റണം എന്ന് പറഞ്ഞു. അപ്പോൾ 501 ഞാൻ, 502 ഈ നടിയും മോളും, 503 നിർമ്മാതാവ്. അന്ന് രാത്രി അമ്മയും മകളും 502 രാത്രി സംവിധായകൻ തപ്പാൻ ഇറങ്ങി ചെന്നപ്പോൾ ആട് കിടന്നിടത്ത് പൂട പോലുമില്ല എന്ന് പറഞ്ഞ പോലായി. നേരം വെളുത്തപ്പോൾ എക്സിക്യൂട്ടീവിനെ സംവിധായകൻ വിളിച്ചു. ആ അമ്മയും മോളും ഇവിടെ പോയി? ഇവിടെ ഇല്ലല്ലോ, ഹോട്ടലിൽ റൂമിലില്ലല്ലോ എന്ന് പറഞ്ഞു. അവരെ മറ്റേ ഹോട്ടലിലേക്ക് മാറ്റി എന്ന് എക്സിക്യൂട്ടീവ്. ആരോട് ചോദിച്ചിട്ട് മാറ്റി എന്ന് ചോദിച്ചു. നിർമ്മാതാവ് പറഞ്ഞു മാറ്റാൻ എന്ന് പറഞ്ഞു. അതെന്താ, ഇതിലൊന്നും ഇടപെടാത്ത ആൾ ഇതിലിടപെട്ടെ എന്നായി പുള്ളിയുടെ സംശയം. ദിനേശ് ചേട്ടൻ ശുപാർശ ചെയ്തു. ആലോചിച്ച് നോക്കിയേ, നിർമ്മാതാവ് ഇതിലൊന്നും ഇടപെടില്ല, പുതിയ ആളല്ലേ. അപ്പോൾ അയാളിങ്ങനെ റൂം മാറ്റണമെന്ന് പറഞ്ഞെങ്കിൽ അതെന്താ കാര്യം എന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് ദിനേശ് ചേട്ടൻ ഇടപെട്ടു. ദിനേശ് ചേട്ടൻ ശുപാർശ ചെയ്തു. അയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നായി സംവിധായകൻ. എക്സിക്യൂട്ടീവിനോട് ഇങ്ങനെ ചോദിക്കുമെങ്കിലും എന്നോട് ചോദിക്കാനുള്ള ആംബിയർ ഈ സംവിധായകനില്ല. അതാണ് സത്യം. ഇതിലെ രസം എന്താണെന്ന് വെച്ചാൽ, ഞാൻ താമസിക്കുന്ന ഹോട്ടലിലെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് രസകരമാണ്. ഓരോ മുറിക്കും പുറത്തേക്ക് ഇറങ്ങാനും കാഴ്ചകൾ കണ്ടു നിൽക്കാനും പറ്റിയ ഓരോ അങ്കണങ്ങളുണ്ട്. ഓരോ മുറിക്കും നടുക്കൊരു ചെറിയ മതിലുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഉത്സവകാലത്തൊക്കെ ഈ അങ്കണം വലിയ ഗുണപ്രദമാണ്. കാരണം റൂമിൽ താമസിക്കുന്നവർക്ക് 5ാം നിലയിലും 6ാം നിലയിലും 3ാം നിലയിലും ഒക്കെ നിന്ന് ഉത്സവം കാണാൻ പറ്റുന്ന രീതിയിലാണ് ആ ഹോട്ടൽ പണിതിരിക്കുന്നത്. കുരുത്തം കെട്ടവളുമാരുമാണ് ഇവിടെ താമസമെങ്കിൽ ഒരു മുറിയുടെ അങ്കണത്തിൽ നിന്നും കാല് വീശി അടുത്ത മുറിയിലെ ഈ ഒരു അരമതിലേ ഉള്ളൂ, ആ മതിൽ വഴി അപ്പുറത്ത് കാലിട്ടാൽ അടുത്ത മുറിയിലേക്ക് അങ്കണത്തിലേക്ക് ഇറങ്ങിയാൽ അവിടെ താമസിക്കുന്ന ഒരു നടി കതവ് തുറന്നു കൊടുക്കുകയാണെങ്കിൽ കൂളര് കയറി പോകാം. കാരണം അത് ഫ്രണ്ടല്ലേ എല്ലാവരും കാണുകയുള്ളൂ, ഇപ്പുറത്ത് എന്ത് നടക്കുന്നത് ആർക്കും അറിയാൻ പറ്റില്ല. അങ്ങനെ ഉള്ള ഒരു രസകരമായ ബിൽഡിങ്ങാണ്. ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നാൽ കുളിച്ച് ഭക്ഷണം കഴിച്ച് മോളെ ഉറക്കിയാൽ ഈ അമ്മ നടി അവരുടെ റൂമിൻ്റെ അങ്കണത്തിലേക്ക് വരും. അപ്പോൾ ഞാനും കുളിച്ച് എൻ്റെ നാളത്തെ പണികളെല്ലാം കഴിഞ്ഞാൽ ഞാനും ഈ അങ്കണത്തിലേക്ക് ചെല്ലും. സത്യം പറയുകയാണ്, അവരുടെ സങ്കടകരമായ ഇന്നലെകൾ എന്നോട് പറയും. ഞാൻ അതൊക്കെ കേട്ട് നിൽക്കും. നിങ്ങളുടെ വിഷമങ്ങളെല്ലാം ഈ മോള് പരിഹരിക്കുമെന്നൊക്കെ ഞാൻ അവരെ ആശ്വസിപ്പിക്കും. ഒരുപാട് നേരം നിന്ന് സംസാരിക്കുമായിരുന്നു. ചിലപ്പോൾ നിർമ്മാതാവ് അദ്ദേഹത്തിൻ്റെ അങ്കണത്തിൽ വരും. എന്നിട്ട് അദ്ദേഹം ഇടത്തോട്ട് തിരിഞ്ഞ് നോക്കിയാൽ ഈ നടിയുടെ അപ്പുറത്തെ റൂമിൽ താമസിക്കുന്ന ഞാൻ നിന്ന് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് കാണാം. പക്ഷേ അദ്ദേഹം നടിയോടൊന്നും സംസാരിക്കുന്നില്ല. അദ്ദേഹം നോക്കേണ്ടിട്ട് അദ്ദേഹം കയറിയങ്ങകത്ത് പോകും. അപ്പോൾ നല്ല രസമായി ആ ഷൂട്ടിംഗ് തീരുന്നവരെയും ഞങ്ങൾ 3 പേരും ഈ 3 റൂമുകളിൽ താമസിച്ചു. അദ്ദേഹം അത് കണ്ടു, സന്തോഷകരമായി വർക്ക് കഴിഞ്ഞ് ആ നടി പിരിഞ്ഞു. അമ്മയും മകളും പോയി. ബാലതാരം പിന്നീട് നായികയായി. അവരുടെ ചേച്ചിയെ സീരിയലിലെ നായികയായിട്ട് ഇറക്കി. താരമാതാവായി മാറി ആ അമ്മ നടി. കാരണം 2 മക്കൾ, ഒരാൾ സിനിമയിലും ഒരാൾ സീരിയലിലും താരമാകുമ്പോൾ അമ്മ തീർച്ചയായിട്ടും അമ്മ നടി ഭയങ്കര ഗ്ലാമറിലാവുമല്ലോ. മോളുടെ കല്യാണം പോലും എന്നോട് പറഞ്ഞില്ല. ചിലപ്പോൾ കാമഭ്രാന്തനായ സംവിധായകനെ വിളിച്ചിരിക്കും വിവാഹത്തിന്. അങ്ങനെയാണല്ലോ സിനിമയിൽ. എന്തായാലും എനിക്ക് അവരോട് ഒരു വിരോധവുമില്ല. ഒരു സഹായം ചോദിച്ചവർക്ക് കഴിയുന്നത് ഞാൻ ചെയ്തു കൊടുത്തു. ഒന്നുമില്ലേലും 501-നും 503-നും ഇടയിലുള്ള
502 വന്ന് മുട്ടാനുള്ള ആംബിയറൊന്നും ഈ സംവിധായകന് ഇല്ലല്ലോ. വേറെ ആരെങ്കിലും വന്ന് മുട്ടിയത് ഇദ്ദേഹത്തിന് അതിനുള്ള കഴിവില്ല. കാരണം ഇങ്ങനെ മുട്ടുമ്പോൾ ഇപ്പുറത്ത് 501 നിന്ന് ഞാനോ 503 നിന്ന് നിർമ്മാതാവോ ഇറങ്ങിയാൽ കളി കാര്യമാവില്ലേ. പീഡന വീരന്മാരുടെയും പെണ്ണുപിടിയന്മാരുടെയും ഇടയിൽ നിന്നും പലരെയും സഹസംവിധായകനായ എനിക്ക് രക്ഷിക്കാനായിട്ടുണ്ട്. എല്ലാ സഹസംവിധായകന്മാർക്കും അതിന് കഴിഞ്ഞെന്ന് വരില്ല. പലരും സഹനാകുന്നത് തന്നെ ഒരു ചവച്ച് തുപ്പുന്നത് തനിക്കും കൂടി തിന്നാം എന്ന ചിന്തയിലാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു. വിഷയം വഴിവിട്ട് മാറിപ്പോയി. നമ്മൾ ഷൈൻ ടോം ചാക്കോയെയും വിൻസിയുടെയും കഥയാണ് പറഞ്ഞത്. മാലാപാർവതിക്ക് മറുപടിയില്ല എന്ന് പറഞ്ഞ് വിൻസി ആ പ്രശ്നത്തിൽ നിന്നും തലയൂരി. മാലാപാർവതി താൻ പറഞ്ഞതിൻ്റെ ന്യായവശവും പറഞ്ഞു. മാലാപാർവതിയെ തെറി വിളിച്ച കൂട്ടങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇപ്പോഴും. അതിജീവിതയെ തോൽപ്പിക്കാൻ കൂടെ നിൽക്കുന്ന പെണ്ണും പിള്ള പറയുന്നത് ഹേമ കമ്മിറ്റിയുടെ കാലം മുതലേ മാലാപാർവതി ഇത്തരക്കാരിയാണത്രേ. ഇതാണ് അതിജീവിതയുടെ വക്കീൽ, ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവർ പറയുന്നത്. അതായത് അതിജീവിത തോറ്റു എന്ന് പറയുന്നൊരു സ്ത്രീ ഉണ്ടല്ലോ. തനിക്കും തൻ്റെ പരിചിതർക്കും സിനിമാ രംഗത്തുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഹേമ കമ്മിറ്റി അംഗങ്ങളായ മൂവർക്കും മാലാപാർവതി മണി പോലെ പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ മലയാള സിനിമയിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു അനുഭവമുണ്ട്, എൻ്റെ കൂട്ടുകാരിക്ക് ഇങ്ങനെ ഒരു അനുഭവമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ ഇനി ആവർത്തിക്കാതിരിക്കാനാണ് താൻ പറയുന്നതെന്നും ഇതിൻ്റെ പേരിൽ ആരെയും പ്രതിയാക്കി നിർത്താൻ തനിക്ക് താല്പര്യമില്ല എന്നും മൂവർ കമ്മിറ്റിയോട് മാലാപാർവതി പറഞ്ഞിട്ടാണ് പോകുന്നത്. അവർ മാലാപാർവതിയെ കക്ഷി ചേർത്തു. അതിനെതിരെ മാലാപാർവതി സുപ്രീം കോടതിയിൽ പോയതാണ് ഈ അതിജീവിതയുടെ വക്കീലിന് പിടിക്കാത്തത്. അവർ പോയി പറഞ്ഞ്, ഞാൻ കോടതിയിലൊന്നും വന്ന് സാക്ഷി പറയാനും മൊഴി പറയാനൊന്നും ഞാൻ വരില്ല, എനിക്കുണ്ടായ അനുഭവങ്ങൾ, എൻ്റെ കൂട്ടുകാർക്കുണ്ടായ അനുഭവങ്ങൾ, മലയാള സിനിമയിൽ ഇപ്പോൾ ഇതൊക്കെയാണ് നടക്കുന്നത്, ഇത് നടക്കാതിരിക്കാൻ എന്ത് വേണമെന്നുള്ളത് നിങ്ങൾ കമ്മിറ്റിക്കാർ തീരുമാനിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവരെ കക്ഷി ചേർത്തു. അപ്പോൾ മാലാപാർവതി സുപ്രീം കോടതി പോയി പറഞ്ഞു, ഞാൻ കക്ഷിയൊന്നും ചേരില്ല എന്ന്. ഇതിനെയാണ് അതിജീവിതയെ തോൽപ്പിക്കാൻ നടക്കുന്ന മഹളാരത്ന ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹേമ കമ്മിറ്റിയോ, അതെന്ത് കമ്മിറ്റി എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ പെണ്ണും പിള്ള അതിനെയും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുകയാണ് ഇപ്പോൾ ചാനലുകളിൽ. സംഗതി എന്തായാലും നമ്മുടെ നടൻ ജനാർദ്ദനൻ മാന്നാർ മത്തായിയിൽ പറഞ്ഞ കണക്ക് കോംപ്ലിമെൻസായി. ഷൈൻ ടോം ചാക്കോ സോറി പറഞ്ഞു, വിൻസി അത് കേട്ടു, അത് മതി തൽക്കാലം എന്ന് തീരുമാനിച്ചു. പ്രശ്നങ്ങൾ ഇവിടെ തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തു വന്നുകൊണ്ടേയിരിക്കും. ഇന്ന് തന്നെ ടി വിയിൽ കേൾക്കുന്നത് കാശ്മീരിലെ വെടിവയ്പ്പും അതിൻ്റെ എല്ലാ സംഭവങ്ങളും നമ്മൾ കണ്ട് വിഷമത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്നു. കല്യാണം കഴിഞ്ഞ് 8 ദിവസത്തെ ദാമ്പത്യ ജീവിതത്തിനിടയിൽ ഭർത്താവിനെ, അതും ഒരു കേണലായ ഭർത്താവിനെ ഭാര്യയുടെ മുന്നിൽ വെച്ച് വെടിവെച്ച് വീഴ്ത്തുക എന്നൊക്കെ പറഞ്ഞാൽ സങ്കടകരമാണ്. ഈ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഷൈൻ ടോം ചാക്കോയ്ക്കും മറ്റേ ശ്രീനാഥ് ഭാസിക്കും പേപ്പർ കൊടുത്ത് വിളിച്ചു വരുത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ആലപ്പുഴയിലൊരു കഞ്ചാവ് സ്ത്രീയെ പിടിച്ചല്ലോ, അവരുടെ മൊഴി പ്രകാരം ക്വസ്റ്റ്യൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് ഒരെണ്ണം വരുന്നു. പിന്നെ ലഹരി പൂർണ്ണമായും മലയാള സിനിമയിൽ തടയുമെന്ന് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞിരിക്കുന്നു. എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് മാലാപാർവതി പറഞ്ഞ ഒരു സെൻറ്റൻസിൽ പിടിച്ചിട്ട് ഏതെങ്കിലും ഒരുത്തൻ, ഒരു പെണ്ണുപിടിയൻ അല്ലെങ്കിൽ ഒരു കാമഭ്രാന്തൻ എന്തെങ്കിലും ഡയലോഗ് അടിച്ചാൽ പോടാ എന്ന് പറയണമെന്ന് പറഞ്ഞ മാലാപാർവതിയെ പിന്തുണയ്ക്കാതെ മാലാപാർവതി സ്ത്രീ വർഗത്തിന് തന്നെ അപമാനം എന്നുള്ള രീതിയിൽ ചാനലുകളിൽ ചെന്നിരുന്ന് അടിക്കുന്ന സ്ത്രീകൾ, ഞാനിത് പറയാൻ യോഗ്യതയുള്ള ആളാണോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അതിനേക്കാളൊക്കെ ബെറ്ററാണ് മാലാപാർവതി എന്ന് ഞാൻ പറയും. ഇതിൽ കൂടുതലൊന്നും പറയുന്നില്ല. ഈ വിഷയം ഇവിടം കൊണ്ട് അവസാനിക്കട്ടെ. എന്തായാലും ഞാൻ മാലാപാർവതി പറഞ്ഞതിൽ ഒരു അനാവശ്യവും കണ്ടില്ല, ഒരു സ്ത്രീ വിരുദ്ധതയും കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് MP രാജേഷ് എന്ന് പറഞ്ഞ മന്ത്രി ഭാവിയിൽ വലിയ തലത്തിലെത്താൻ കഴിവുള്ള മിടുക്കനായ മന്ത്രിയാണ്. അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ 100 വട്ടം ആലോചിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങളിലും മറുപടി പറയാൻ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.